ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു മത്തി പറ്റിക്കുന്നതാണ് കാണിക്കുന്നത്. ഇവിടെ റാന്നിയിലൊക്കെ എങ്ങനെ മത്തി പറ്റിക്കുന്നു എന്നുള്ളത് കാണിക്കാം. എല്ലാവർക്കും അറിയാം, എന്നിരുന്നാലും ഞാൻ എൻ്റെ അറിവ് എല്ലാവർക്കും പകർന്നു തരുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ സ്വല്പം മത്തി കിട്ടി, അതെല്ലാം വൃത്തിയാക്കി വെട്ടി എല്ലാം ശരിയാക്കി വെച്ചിരിക്കുന്നു. ഈ മത്തിക്ക് മുട്ടയും കൂടെ ഉള്ളതാണ്, അതിൻ്റെ ആ പരിഞ്ഞിലും കൂടി ഇട്ട് പറ്റിച്ചാൽ നല്ല ടേസ്റ്റാണ്. അത് വറക്കാനും നല്ലതാണ്, എന്നിരുന്നാലും. അപ്പോൾ ഇതെല്ലാം തേങ്ങ ഒരു മുറി തേങ്ങ മൊത്തം അത് തിരുമിയത്, പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി, വെളുത്തുള്ളിയല്ല, കുഞ്ഞുള്ളി 10 അല്ലി, കുഞ്ഞുള്ളി, സ്വല്പം കാന്താരി, ഒരു പിടി കാന്താരി മാത്രമേ ഞാനിതിലിട്ടിട്ടുള്ളൂ. കാന്താരി, ചുവന്നുള്ളി, പിന്നെ സ്വല്പം 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ, ഇതെല്ലാം കൂടെ ഒക്കെ ഇട്ട് ചതച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോഴത് നമുക്ക് മീനിനകത്തേക്കിട്ട് ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് മീനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്ത് നമ്മളൊന്ന് ചിക്കി വെച്ചിട്ട് അതിലേക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, സ്വല്പം ഈ ചതച്ച വെള്ളം ഇരിപ്പുണ്ട്, അത് ആ കല്ലിലും ഇരിപ്പുണ്ട്, അതല്ലാതെ ഉണ്ട് സ്വല്പം വെള്ളം. ആ വെള്ളം അങ്ങോട്ട് ഒഴിക്കുകയാണ്. വെള്ളവും ഒഴിച്ചിട്ട് നമ്മൾ ഒരു 1.5 സ്പൂണ് ഉപ്പിടുന്നുണ്ട്. 1.5 സ്പൂണ് ഉപ്പ്, അത് പരുവത്തിന് നമ്മളങ്ങ് ഇട്ടേച്ചാൽ മതി. 2-3 തണ്ട് കറിവേപ്പില ഇട്ടു. അപ്പോൾ ഇത് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഞാനൊരു ചെറിയ തോട്ടുപുളിയാണ്, അത് ഒരു 4-5 പീസ് എടുത്തിട്ടുണ്ട്. ചെറിയ തോട്ടുപുളി, അത് കഴുകി വീണ്ടും വെള്ളം ഒഴിച്ച് വെച്ചാൽ അതിൻ്റെ ആ പുളി നല്ലതായിട്ട് മീനിലുമൊക്കെ ഇറങ്ങും. അതിന് വേണ്ടിയിട്ട് സ്വല്പം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടെ ഇളക്കി വയ്ക്കുകയാണ്. ഇളക്കി വെച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിങ്ങനെ ഈ മത്തി പറ്റിക്കാനായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിലേക്ക് സ്വല്പം മഞ്ഞൾപ്പൊടിയൂടെ നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ ഈ ചതച്ച് വെച്ചിരുന്ന വെള്ളം സ്വല്പം കൂടെ പരുവത്തിൽ വേഗത്തക്ക രീതിയിൽ, കൈ പൊത്തി ഇരിക്കത്തക്ക രീതിയാണ് അതിൻ്റെ പരുവം. ഇതിപ്പോൾ സ്വല്പമേ ഉള്ളതുകൊണ്ട് ഞാൻ കുറേയേറെ വെള്ളം വെച്ചിട്ടുണ്ട്. അതൊക്കെ പറ്റിട്ട് കൈപ്പത്തി ഇതിൽ മുക്കിയാൽ അതിന് മുകളിൽ നിൽക്കണം. അങ്ങനെയാണ് അതിൻ്റെ പരുവം പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ സ്വല്പം വെള്ളം കൂടി ഒഴിച്ചാലും നല്ലതാണ്. പറ്റിക്കുന്നതിന് അധികം വെള്ളം ചേർക്കില്ലെങ്കിലും കൈപ്പത്തി നനഞ്ഞ് നിൽക്കണമെന്നാണ് അതിൻ്റെ ശാസ്ത്രം പറയുന്നത്, കേട്ടോ. അപ്പോൾ നമ്മൾ സ്വല്പം വെള്ളം കൂടി എടുക്കുകയാണ്. സ്വല്പം വെള്ളം കൂടെ അങ്ങോട്ട് ചേർക്കുകയാണ്. കൈപ്പത്തി നനയണം എന്നാണല്ലോ പറയുന്നത് ശാസ്ത്രം. ഇതേ കണ്ടോ, കൈപ്പത്തി നനഞ്ഞ് നിൽക്കുക. ഇങ്ങനെ കൈപ്പത്തി നനഞ്ഞ് തന്നെ നിൽക്കണം. ഇതാണ് അതിൻ്റെ ഒരു മെത്തേഡിങ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൈ കൊണ്ട് തന്നെ, സ്പൂൺ കൊണ്ട് തന്നെ ചെയ്താൽ പറ്റില്ല, അത് കൈ കൊണ്ട് തന്നെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിൽ പിന്നെ ഞാനൊരു കാര്യം മറന്നുപോയി, ഇതിൻ്റെ കൂടെ ഇഞ്ചിയൂടെ ചതച്ചിട്ടിട്ടുണ്ട്. ചുവന്നുള്ളി, ഇഞ്ചി. അപ്പോൾ നമ്മൾ സ്വല്പം ഉലുവാപ്പൊടി, ഇതിപ്പോൾ എനിക്ക് കൈ തിട്ട ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ഉലുവാപ്പൊടി വിതറിയിടുന്നത്. പരുവത്തിന് 1 സ്പൂണ് ഉലുവാപ്പൊടി, നല്ലൊരു സ്പൂൺ ഉലുവാപ്പൊടി ചേർക്കണം, കേട്ടോ. നല്ലൊരു സ്പൂണ്, അതിൻ്റെ കൈയുടെ തിട്ടം അനുസരിച്ച് ഞാൻ അങ്ങോട്ട് ഇട്ടതാണ്. സ്പൂണൊന്നും എടുക്കാതെ, എനിക്ക് കൈത്തിട്ട ഉണ്ടതുകൊണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ
ഒരു ഒരു സ്പൂൺ ഉലുവാപ്പൊടി അങ്ങ് ഇടണം. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്നിതിനെ ഒന്ന് ഇളക്കി വയ്ക്കുക. ഇളക്കി വെച്ചിട്ട് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അധികം ഇളക്കരുത്, മീൻ പൊടിഞ്ഞു പോവും. അപ്പോഴങ്ങനെ നമ്മൾ ഇതെല്ലാം തല്ലിക്കൊത്തി ഇളക്കിയൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു ചെറിയ ഐറ്റമാണ് കാണിച്ചു തരുന്നത്. പിന്നെ എല്ലാവരും എന്തു പറയുന്നു, സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. സ്വല്പം കറിവേപ്പിലയൂടെ വിതറുകയാണ്. കറിവേപ്പില ഒത്തിരി വേണ്ട, കറിവേപ്പില. അപ്പോൾ നമ്മൾ ഗ്യാസ് കത്തിക്കാൻ പോവുകയാണ്. ഗ്യാസ് കത്തിച്ചു. അടുപ്പിലേക്ക് ചട്ടി ഇറക്കി വയ്ക്കുകയാണ്. അപ്പോഴവൻ ഇങ്ങനെ അവിടെ കിടന്ന് തിളച്ച് നന്നായിട്ടൊന്ന് വെന്ത് വരണം, ഒന്ന് വേകണം. അപ്പോൾ അതിനെ ഒന്ന് അടച്ച് നമ്മൾ വയ്ക്കുക. ഒരടപ്പ് വെച്ച് അങ്ങോട്ട് അടച്ച് അത് വയ്ക്കുകയാണ്. പിന്നെ അപ്പോഴിന്ന് ഈ ഐറ്റംസാണ് കാണിക്കുന്നത്. എന്തു പറയുന്നു എൻ്റെ കൂട്ടുകാരികളെല്ലാം, എല്ലാവരുടെയും നല്ല തിമിർത്ത പരിപാടിയാണ് പാചകം. ഈയിടയ്ക്കെല്ലാം കണ്ടു, പാചകങ്ങളൊക്കെ ഓൺലൈനിൽ വന്ന പാചകങ്ങൾ കണ്ടു, എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഈ എളിയ കൂട്ടുകാരിയുടെ പാചകങ്ങളിലൂടെ എല്ലാവരും കണ്ടിട്ടത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്നെങ്കിലല്ലാതെ നമുക്ക് പറഞ്ഞില്ലേ, ഒരു താല്പര്യം വരണ്ടേ. ഓരോ ഐറ്റംസ് കാണിക്കാനായിട്ട് ഇപ്പോൾ താല്പര്യമാണ് സത്യം പറഞ്ഞാൽ, അല്ലേ? എല്ലാം ഉണ്ടാക്കി വെക്കാൻ ടൈമിന് ആഹാരം പോലും കഴിക്കാനുള്ള ഒരു ടെൻഷനിലല്ല, ഉണ്ടാക്കി കാണിക്കുന്ന ടെൻഷനിലാണ് എല്ലാവർക്കും. ആഹാരങ്ങളൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാക്കണമെന്നുള്ള. ഈയിടെ ഞാനൊരു മടന്ത ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് സമയം ഒട്ടും തന്നെ കിട്ടിയിരുന്നില്ല. മടന്ത ഉണ്ടാക്കി കാണിക്കാം എല്ലാവരും. ഇനിയിപ്പോൾ കർക്കിടക മാസമാണ്. ഈ പച്ചിലകൾക്കൊക്കെ നല്ല നെയ്യുള്ള സമയം. ഉദാഹരണത്തിന് ഈ ചേമ്പലയാണ് അതിലെ നമ്പർ 1. ഈ ചേമ്പലയ്ക്കൊക്കെ നല്ല നെയ്യുള്ള സമയമാണ്. അതൊക്കെ അങ്ങോട്ട് മടന്ത നന്നായി പാചകം ചെയ്ത് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല കുറവുള്ള വൈറ്റമിൻസ് എല്ലാം അതിൽ നിന്ന് പരിഹാരമാണ്. അപ്പോഴെല്ലാവരും ഈ മടന്തയില ഉപയോഗിക്കണം, ഉണ്ടാക്കണം. ഒരു പ്രാവശ്യം ഞാനത് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം എല്ലാവരെയും. അങ്ങനെയൊക്കെ വിശേഷം. ഇപ്പോൾ 2 ദിവസം ഇല്ലായിരുന്നു, ആറുമുള പോയിരിക്കുകയായിരുന്നു ചേച്ചിയുടെ കൂടെ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട്. ഇന്നലെയാണ് വന്നത്. ഒട്ടും സമയം കിട്ടിയില്ല കിച്ചണിൽ. പിന്നെ ഞങ്ങൾക്കൊരു സ്റ്റേജ് പ്രോഗ്രാമുണ്ട്, അത് നാളെയാണ്. എൻ്റെ മരുമോളുടെ ആങ്ങളയുടെ കുഞ്ഞിൻ്റെ ഫങ്ഷനാണ് വച്ചിരിക്കുന്നത്. അവർക്ക് 28 കിട്ടുന്ന ഒരു ഫങ്ഷൻ, സ്റ്റേജ് പ്രോഗ്രാമൊക്കെയാണ്. അപ്പോഴവിടെ പാട്ടൊക്കെ പാടണം. അങ്ങനെയൊക്കെ പരിപാടികളൊക്കെയാണ്. പിന്നെ എല്ലാവരും എന്തു പറയുന്നു, സുഖമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഒരു പാട്ടൊക്കെ പാടാം. സമയമൊക്കെ ഉള്ളപ്പോൾ ഒരു പാട്ടൊക്കെ പാടിക്കഴിഞ്ഞാൽ കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മുടെ കിച്ചണിലെ പരിപാടിയും തീരുമല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴും നല്ലതല്ലേ. പാട്ടൊക്കെ അറിയാവുന്നൊരു പാട്ട് പാടിയിടണം. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞിരുന്നു. ഞാൻ വലിയ പാട്ടുകാരിയൊന്നുമല്ല. അറിയാവുന്ന പാട്ടൊക്കെ നിങ്ങൾക്ക് വേണ്ടി സന്തോഷം, അതിനു വേണ്ടി പാട്ടൊക്കെ പാടിയിടുന്ന 2 ലൈനൊക്കെ. അപ്പോഴിന്ന് ഏതാണ് പാട്ട് പാടുന്നത്? ഇന്നൊരു പാട്ട് ഒരു 2 ലൈൻ ഓർമ്മയുള്ളതുപോലെ പാടാം. പൂവിരിയും പൂക്കാലം നിന്നെ കാണാൻ വന്നു, പുന്നാട തളിരാട കാണിക്കയായി തന്നു ദൂരെ പ്രാവെല്ലാം
ലാ 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 ലാ. താങ്ക് യു. എല്ലാവരും അഭിപ്രായം പറയുക, പാട്ടറിയാവുന്നവർ പാടിയിടുക. ഇതൊക്കെ ഒരു ഹോബിയല്ലേ. നമ്മളുടെ കിച്ചണിൽ ഒരിച്ചിരി സമയം ചിലവഴിക്കുന്ന നമ്മളുടെ മഹിളകൾ എല്ലാവരും വളരെ ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാവരെയും പോറ്റുന്നവരാണല്ലേ. ഭർത്താക്കന്മാരെയും കുഞ്ഞുങ്ങളെയും എല്ലാവരും സന്തോഷമായ ഒരു ഫുഡ് ഉണ്ടാക്കി അത് അവരവരുടെ ഹസ്ബൻഡിന് കൊടുക്കുക, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അത് ഇഷ്ടമെന്ന് പറയുമ്പോൾ അതൊരു നല്ലതാണ്. ഏറ്റവും നല്ലൊരു പാചകത്തിൽ ഏറ്റവും നല്ലൊരു കലയല്ലേ പാചകകല. പാചകം ഒരു കലയാണ്. ആ കല ചിലർക്കത് നല്ല കൈപുണ്യം ഉണ്ടാവും, ചിലരത് എന്തെടുത്താലും ശരിയാകാതെ വരിക, ചിലരെന്തെടുത്താലും അത് ഉപ്പ് കൂടുതൽ, ചിലരെന്തെടുത്താലും അത് മുളക് കൂടുതൽ. അതിനെല്ലാം നമ്മൾ താല്പര്യം വെച്ച് നന്നായിട്ട് ഈ പാചകത്തിനെ മുന്നോട്ട് കൊണ്ടുപോയാൽ നല്ലൊരു കലയല്ലേ പാചകം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ചിലർ പറയും ഈ ഫുഡൊക്കെ ശരിയാണ്, നിങ്ങളൊരു ഹോട്ടൽ നടത്തരുതോ, നിങ്ങളുടെ ഫുഡ് എന്ത് രസമാണ് കാണാനായിട്ട്, എന്ത് കഴിക്കാനായിട്ട് എന്ത് രസമാണ്. കപ്പ വേവിച്ചതും അതുപോലെ മീൻ കറി ആണെങ്കിലും അല്ലെങ്കിൽ ചിക്കൻ കറി ആണെങ്കിലും എല്ലാം ഈ കപ്പയുടെ കൂടെ കോമ്പിനേഷനല്ലേ. കപ്പയുടെ കൂടെ ഏറ്റവും നല്ല കോമ്പിനേഷൻ എന്ന് പറയുന്നത് മത്തിക്കറിയാണ്. മത്തിക്കറി അങ്ങോട്ട് മുള്ള അടത്തിയിട്ട് ഈ കപ്പയ്ക്കകത്തിട്ട് ഉടച്ച് വേവിച്ചിട്ട് കടുക് വറുത്ത് ഒരു കറിയുണ്ട്, അത് നല്ല ടേസ്റ്റാണ്. കപ്പയ്ക്ക് കോമ്പിനേഷൻ മത്തിക്കറി ഏറ്റവും നല്ലതാണ്. മത്തി എന്ന് പറയുന്ന ഒരു മീൻ മറ്റുള്ള മീനെക്കാട്ടിൽ ഏറ്റവും വൈറ്റമിൻസ് കൂടുതലുള്ളതും ആർക്കും ഒരു പ്രശ്നങ്ങളുണ്ടാകാത്തതുമാണ് മത്തി എന്ന് പറയുന്ന മീൻ. മത്തി ചിലർ പറയും, ഓ ഇന്ന് ചാളയാണോ ഇന്ന് മത്തിയാണോ. പക്ഷെ മത്തിക്ക് ഏറ്റവും നല്ല ഗുണമുള്ളതാണ് നമ്മുടെ ശരീരത്തിനും മത്തി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കൊച്ചു മീൻ, നത്തോലി പോലുള്ള മീനൊക്കെ ഒത്തിരി നല്ലതാണ്. കൂടുതലും ഷുഗർ പേഷ്യൻസ് കുഞ്ഞു മീൻ, മുള്ള തീരെ മാർദ്ദവമായ മുള്ളുള്ള മീനൊക്കെ അങ്ങനെ കഴിക്കുന്നത് തൊണ്ടയ്ക്ക് പോകാതെ അങ്ങനെയൊക്കെ കഴിച്ചെടുക്കുന്നതല്ലേ. കുഞ്ഞു മീൻ, കൊച്ചു മീൻ അധികം മുള്ളില്ലല്ലോ, അത്രയും മീനൊക്കെ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതിൽ കാൽസ്യമൊക്കെ ഒരുപാടുണ്ട്. അതുപോലെ ഞണ്ടിൽ ഫുള്ള് കാൽസ്യമല്ലേ. അതുപോലെ വേറെ എണ്ണം ഉണ്ടല്ലോ കക്ക എന്ന് പറയുന്നതിൽ ഫുള്ള് കാൽസ്യമാണ്. അത് ചിലർക്ക് ആ കക്ക പിടിക്കാതെയുമുണ്ട്. ചിലർക്ക് ഇതുണ്ടല്ലോ സ്പ്രോൺസ്, അത് പിടിക്കാതെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി പിടിക്കത്തക്ക രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ അടുക്കളയിൽ നിൽക്കുന്നവരുടെ കഴിവുകൾ. കിച്ചണിൽ നിൽക്കുന്ന നമ്മുടെ മഹിളകളുടെ അത് നല്ലതായിട്ട് ഉണ്ടാക്കുക. ഏറെ വെളുത്തുള്ളി എല്ലാ കറികളിലും ഇടുക. വെളുത്തുള്ളിയൊക്കെ കൊളസ്ട്രോളിനെയും ട്രൈഗ്ലിസറിഡിനെയും ഒക്കെ മാറ്റിമറിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു പാചകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രയോജനമാണ്. അതുപോലെ അധികം മുളക്, അധികം ഉപ്പ്, ഇതൊക്കെ നമുക്ക് ഒരു ലിമിറ്റിൽ വേണം. നല്ല സ്വാദുണ്ടാകണം പരുവത്തിന് മാത്രം. അതല്ലാതെ ഓവറായിട്ട് ഉപ്പ് കഴിക്കരുത്, ഓവറായിട്ട് മുളക്. ഇതെല്ലാം നമ്മുടെ ശരീരത്തിനെ വളരെ എഫക്റ്റ് ചെയ്യുന്നതാണ്. ഒത്തിരി മസാലകൾ, അതുപോലെ തന്നെ ഇറച്ചികൾക്ക് ഉപയോഗിക്കുന്ന നമ്മൾ മസാലകളൊക്കെ ഒരുപാട് ഉപയോഗിച്ചാൽ പല പ്രശ്നങ്ങൾ, പല അസുഖമുള്ളവർക്കേ ഉള്ളേ എങ്കിലും എന്നിരുന്നാലും ഇതൊക്കെ വളരെ നമ്മൾ കുറച്ചുകൊണ്ട് മുളകിൻ്റെ കാഠിന്യം ഇപ്പോഴൊക്കെ നല്ല കാശ്മീരി മുളക് പൊടിയൊക്കെയാണ്, എരിയില്ലാത്ത മുളക് പൊടിയൊക്കെയാണ്. എരി, മുളക്, വെളിച്ചെണ്ണ, എണ്ണമയം ഒക്കെ ഒരുപാട് ചേർത്ത ആഹാരങ്ങൾ നമുക്ക് ദൂഷ്യം ചെയ്യുമ്പോൾ അതിൻ്റെ അനുസരിച്ച് എല്ലാ പാചകങ്ങളും ഉണ്ടാക്കി സന്തോഷമായിട്ട് എല്ലാവർക്കും കൊടുത്ത് നമ്മുടെ ഈ കിച്ചൺ ഷോയിൽ എല്ലാവരും ഈ യൂട്യൂബിൽ ഈ പരിപാടി കാണുന്നതാണ്. അത് വെളിയിലുള്ളവർക്കും വളരെ പ്രയോജനമാണ് ഈ കിച്ചൺ ഷോ. എല്ലാ കേരളീയ സഹോദരികളെല്ലാവരും ഉണ്ടാക്കുന്ന ഓരോ പരിപാടികളും എല്ലാ ആൾക്കാർക്കും ഓരോരുത്തർക്കും അത് പ്രയോജനം തന്നെയാണ്.
അതേത് രീതിയിൽ അവരുടെ നാടുകളിൽ അവരവരുടെ ഓരോ നാടുകളിൽ ഉള്ള ശൈലിയുണ്ട്. ഇപ്പോൾ വേറൊരു നാട്ടിൽ അവിയൽ വെക്കുന്ന വേറൊരു ടൈപ്പിലായിരിക്കും, ഞങ്ങളുടെ നാട്ടിൽ ഈ റാന്നിയിലെ വേറൊരു ടൈപ്പിലായിരിക്കാം മീൻകറി വെക്കുന്നത്. അങ്ങോട്ടൊക്കെ വടക്കോ സൈഡിലൊക്കെ ആണേലും ഈ മീൻകറിക്ക് കൂടുതലും ആൾക്കാർ പിഴിപുളി ചേർക്കും, പിഴിപുളി, വാളൻ പുളി. അതേസമയം നമ്മുടെ ഇവിടെയൊക്കെ ഉള്ള പത്തനംതിട്ട, ആലപ്പുഴ, ഈ ഡിസ്ട്രിക്റ്റ് ഇവിടെയൊക്കെ ഉള്ളവർ തോട്ടുപുളി തന്നെയാണ് ചേർക്കുന്നത്. മീൻകറിക്ക് നല്ലതും തോട്ടുപുളി തന്നെയാണ്. ഈ വാളംപുളി ഉപയോഗിച്ചാലുള്ള കാരണം എന്താ, എല്ലാവരും പറയും ഞങ്ങൾ വാളംപുളിയും തേങ്ങയും ഒക്കെയാണ് ഇങ്ങനെ മീൻ കൂടുതലും മീനിന് തേങ്ങ ആയിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പറയും. പക്ഷേ അത് അധികം ദിവസം ഇരിക്കില്ല, അത് പെട്ടെന്ന് ചീത്തയാവും, വളിക്കും. അത് വളിച്ചാൽ മീൻകറിയാണേലും പിന്നെ ഈ വാളംപുളി ചേർത്താൽ പിന്നെ അന്നേരമൊക്കെ ഒരു ഫ്രഷായിട്ടൊക്കെ കഴിക്കാമായിരിക്കാം, അല്ലെ 2 ദിവസം കഴിക്കാമായിരിക്കാം, അതുള്ളൂ. അതേസമയം തോട്ടുപുളിയിട്ട് മല്ലിപ്പൊടി ചേർക്കാത്ത മീൻകറി അത് നമുക്ക് ഒരാഴ്ചയെ സാധാരണ കേരളീയർ നല്ല ഫ്രഷ് മീൻ കിട്ടുമ്പോൾ പിറ്റേ ദിവസത്തെ മീൻ എന്തിനാണെന്ന് ചോദിക്കുക, എടുത്തത് പട്ടിക്ക് കൊടുക്കാൻ പറയും അല്ലേ, അതാണ് സ്റ്റൈൽ. അപ്പോൾ എന്ന് പറഞ്ഞാലും ഒരാഴ്ച കഴിഞ്ഞാലും അത് ചീത്തയാവില്ല, അത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അതല്ല എങ്കിൽ മിക്കവാറും ആൾക്കാർ മീൻകറി ഫ്രിഡ്ജിൽ വെക്കാറില്ല. അത് മീൻകറി വെച്ച് ശേഷം പിറ്റേ ദിവസമാണെങ്കിലും ആ ചട്ടിയിലെ മീനെ ഒന്ന് ചൂടാക്കി വെക്കുക, ചൂടാക്കി അടച്ചു വെച്ചാൽ അത് അവിടെ ഇരിക്കും, ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമില്ല എന്ന്. അങ്ങനെ ചൂടാക്കി വയ്ക്കുന്ന മീൻ ചീത്തയാവില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചില ട്രിക്കുകളൊക്കെ ഉണ്ട്. ഇനി ഒത്തിരി കറികൾക്കൊക്കെ ഉള്ള ട്രിക്കുകൾ ഒരുപാടുണ്ട്. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും തുറന്ന് ഈ രമാദേവിയുടെ പ്രോഗ്രാം കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. ഓടിച്ചോടിച്ച് കണ്ട് രസിച്ച് പോകുന്നവരുണ്ട്, ഓടിച്ചിട്ട് ഒരു ലൈക്കും തരാത്തവർ ഇല്ലേ, ഒരു ലൈക്കും തരാതെ ഓടിച്ച് അവർക്ക് പരിപാടികൾ കാണണം. പക്ഷെ അവരൊരു മനസാക്ഷിയെ വെച്ച് നോക്കുവാണെങ്കിൽ ഒന്ന് വിചാരിക്കണം, ഇവർ ഇത്രയും കഷ്ടപ്പെട്ടു ഇവർക്കൊരു ലൈക്ക് കൊടുത്തേക്കാം. അത് ആർക്കാന്നേരം കൊടുക്കാം, ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ ആര് കിച്ചണിൽ വന്നാൽ എനിക്ക് അങ്ങനെ ഒരു വലുതോ ചെറുതോ നോട്ടം ഒന്നും തന്നെ ഇല്ല, ആരുടെ ആന്നേലും. കൂടുതലും ഒത്തിരി ഈ പിന്നെ ഇവരുണ്ടല്ലോ, ഇവിടെ ഈ വനത്തിലൊക്കെ താമസിക്കുന്നവരെ ഒരു പ്രത്യേക ഒരു പേരല്ലേ പറയുന്നത്, ആര് വെച്ചെന്ന് പറഞ്ഞാൽ വനവാസികൾ ആന്നേലും അവർ വെക്കുന്നതിനൊക്കെ അവരുടെയൊക്കെ കലാപരിപാടികൾ നമ്പർ 1 ഞാൻ ലൈക്ക് ചെയ്യുന്നതും ഞാൻ അതിനവർക്ക് സബ്സ്ക്രൈബ് ചെയ്തിരിക്കും എന്നുള്ള ഏത് പരിപാടികൾക്കും. അതുപോലെ വലുതെന്നില്ല ചെറുതെന്നില്ല, എല്ലാവരും ഒരു ലൈക്കിന് വേണ്ടിയല്ലേ ഈ കിച്ചണിലെ ഓരോ പ്രോഗ്രാം എല്ലാവരെയും കാണിക്കുന്നത്. ചിലർക്ക് നല്ലതായിട്ട് കാണുന്നു, ചിലർ ഇവിടെ വാചകോടിയാണെന്ന് പറയും. അല്ല, വാചകമൊന്നൊന്നുമല്ല, ഇതൊക്കെ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ തന്നെയാണ്, അല്ല വാചകങ്ങളൊന്നൊന്നുമല്ല. അപ്പോൾ എന്തിനാണെന്ന് പറഞ്ഞാൽ ഈ കറിയൊക്കെ അങ്ങോട്ട് ആകുമ്പോഴത്തേക്കിന് നമുക്ക് ഒരു മനുഷ്യർക്ക് ഉപകാരപ്രദമായ ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു കാര്യങ്ങളല്ലേ, നല്ലൊരു പ്രവൃത്തിയാണ് അതൊക്കെ. അപ്പോൾ എല്ലാവർക്കും പ്രയോജനമാകാനും. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് ഒരിച്ചിരി മീനൊന്നും പൊടിയാത്ത രീതിയിൽ ഇതൊന്ന് സ്പൂണിട്ടൊന്ന് ചെറുതായിട്ടൊന്നൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലായിടവും ഒരിച്ചിരി ഉപ്പും പുളിയൊക്കെ പിടിക്കാനായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത് മീനിലൊന്നും തൊടാതെ തന്നെ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് തിളച്ച് ഇങ്ങനെ നല്ലതായിട്ട് തിളച്ച് വരുന്ന ഇതിന് ഇച്ചിരി പറ്റണം. നമ്മൾ പറ്റിയെങ്കിലേ ഇതിന് ഉപ്പും പുളിയൊക്കെ എല്ലാം ഇറങ്ങണം. മിക്കതും ഇത് സംതിങ് ഇതുണ്ടാക്കി വെച്ച് നാളെ കഴിക്കാനാണെങ്കിൽ നല്ലതായിട്ട് ഉപ്പും പുളിയൊക്കെ ഇടും. പിന്നെ വൈകിട്ട് കഴിക്കാം കേട്ടോ. ഓരോരുത്തർക്ക് കാണുമ്പം അവർക്ക് അല്ലേ കപ്പയൊക്കെ ഉണ്ടല്ലോ, മീൻ ഇങ്ങോട്ടിടെ, അത് നാളത്തെ കാര്യം നാളെയല്ലേ എന്ന് പറയും അല്ലേ. അങ്ങനെയും കഴിക്കുന്നവരുണ്ട്. അപ്പം നാളത്തേക്കിനാകുമ്പോഴും വൈകിട്ടത്തേക്ക് ഇച്ചിരി സമയം കഴിഞ്ഞാലും ഇതിന് ഉപ്പും പുളിയൊക്കെ നല്ലതായിട്ട് പിടിച്ച് ഒരിച്ചിരി കപ്പ വേവിച്ചൊക്കെ ഉണ്ട്. ഇന്നിപ്പം ഞാൻ കപ്പയൊന്നും എടുത്തില്ല കേട്ടോ. കപ്പയൊക്കെ വേവിച്ചുണ്ടെങ്കിൽ അതിലൊഴിച്ച് എല്ലാവരും ഇങ്ങനെ ഒന്ന് നോക്കുക. ഇഷ്ടമുള്ളവർ ഒരു 2 കിലോ കപ്പ, ഇപ്പം എല്ലാം ജനറേഷൻ എല്ലാം വളരെ കുറവല്ലേ. 1 കിലോ കപ്പ ഉണ്ടെങ്കിലും 2 കിലോ കപ്പ ഉണ്ടെങ്കിലും ധാരാളമായിരിക്കും.
അപ്പോൾ 2 കിലോ കപ്പ വേവിച്ച് ഈ മീനിൻ്റെ കൂടെ ഈ മത്തി പറ്റിച്ചതിൻ്റെ കൂടെ ചിലർ ചാറായിട്ട് ഇടും, ചാറായിട്ട് ഒഴിക്കണമെങ്കിൽ ചാറായിട്ട് വെക്കാം. അത് നിങ്ങളുടെ ഇഷ്ടം. അതങ്ങനെ നല്ലതാണ്. ചാറായിട്ട് വെച്ചാലും ആ കപ്പയ്ക്കകത്ത് ഒഴിച്ച് നമുക്ക് കഴിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇനി അടുത്ത പരിപാടികളുണ്ട്. ഈ മീൻ പീരയ്ക്കകത്ത് വേറൊരു പരിപാടി, ഒരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് ഞാൻ ഉടനെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കാം. ഈ മീൻ, ഉദാഹരണത്തിന് ഈ മീൻ തന്നെ, ഈ മത്തി തന്നെ പറ്റിച്ചിട്ട് വേറെ ഐറ്റംസ് കൂടെ അതിനകത്ത് ചേരുന്നുണ്ട്. അത് പറയാമോ ആർക്കെങ്കിലും എന്താണെന്ന്? അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അതങ്ങനെ അടുക്കി വെക്കുമ്പോൾ ഈ കർക്കിടക മാസത്തിൽ പ്രത്യേക ഒരു വൈറ്റമിൻസാണ്, പ്രത്യേകം അത് നല്ലതുമാണ്. അത് ഞാൻ അടുത്ത പ്രാവശ്യം കാണിക്കുന്നതാണ്. അത് സർപ്രൈസാണ്, നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ? എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവരുടെയും ഓരോ പരിപാടികൾ കാണുന്നുണ്ട്. ഡാൻസിൻ്റെ പരിപാടി കാണുന്നുണ്ട്, പാട്ട് കാണുന്നുണ്ട്. പാട്ടും ഡാൻസും ഒക്കെ ജീവിതത്തിൽ ഒത്തിരി ഇഷ്ടമുള്ളതാണ്. ഏത് പാട്ടും, ഉദാഹരണത്തിന് ഒത്തിരി ഓൾഡ് ഗാനങ്ങളാണ് ഇഷ്ടമുള്ളത്. എന്നാലും പുതിയ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ. ആ പുതിയ പാട്ടുകളുമൊക്കെ ഇഷ്ടമാണ്. പുതിയ പാട്ടുമുണ്ട്. അപ്പോൾ പുതിയ പാട്ടുമൊക്കെ കുറച്ചൊക്കെ അറിയാം. അധികം ഓൾഡ് ഗാനമാണ് ഒത്തിരി അറിയാവുന്നത്. അപ്പം അടുത്ത നല്ല പാട്ടുമായിട്ടൊക്കെ വരാം. അപ്പോഴത്തേക്കിന് ഈ മീൻ പറ്റി നിങ്ങൾക്ക് കാണണ്ടേ? ഈ മീന് ഒന്ന് നല്ലതായിട്ട് അത് നല്ലതായിട്ടൊന്ന് പറ്റണം, ഒന്നും കൂടെ ഒന്ന് പറ്റണം നമുക്ക്. അപ്പോൾ അത് ഒന്ന് അടച്ചു വെച്ചിരിക്കുകയാണ്. അടച്ചു വെച്ചിട്ട് ബാക്കിയുള്ള പരിപാടികൾ നമുക്ക്, ഇനിയുള്ള പരിപാടി നാളെ ഒരു ഫംഗ്ഷനാണ്. നാളെ ഇല്ല പരിപാടികളൊന്നും. നാളെ ഒരു ഫംഗ്ഷന് പോകണം, ഒരു സ്റ്റേജ് പ്രോഗ്രാമുണ്ട്. അതിൽ പാട്ട് പാടണം, അതിൽ ഡാൻസ് ചെയ്യണം, ഒക്കെയുണ്ട് പ്രോഗ്രാം. അപ്പോൾ ഞങ്ങൾ ആ പ്രോഗ്രാമിന് നാളെ പോവുകയാണ്. പോകുമ്പോൾ ഇനിയും പിന്നെ അടുത്ത ചൊവ്വാഴ്ച എന്ന് പറയുന്നത് കർക്കിടക വാവാണ് വരുന്നത്. കർക്കിടക വാവും വരുന്നുണ്ട്. അപ്പോൾ അതിന് പൂജയാണ്. അതിന് പൂജയാവുമ്പോൾ ചൊവ്വാഴ്ച പൂജയൊക്കെ വെച്ച് കഴിഞ്ഞ് പിന്നെ ഫ്രീ ആവുള്ളൂ. അപ്പോൾ എൻ്റെ മദറും മരിച്ച ഡേറ്റാണ് ഈ വരുന്ന, ഈ കർക്കിടക 1 വരുന്നത്. അപ്പോഴെനിക്കതിന് പ്രത്യേക പൂജയുണ്ട്. അതല്ലാതെ കർക്കിടക വാവ് വരുന്നുണ്ടല്ലോ, കർക്കിടക വാവിനുമുണ്ട് പൂജകൾ. അന്നേ സമയങ്ങളിൽ 2-3 ദിവസത്തേക്ക് നമ്മൾ മത്സ്യം മാംസാദികളൊന്നും തന്നെ കഴിക്കാതെ വളരെ വ്രതം അനുഷ്ഠിച്ചാണ്, രാവിലെ കുളിച്ച് വ്രതം അനുഷ്ഠിച്ച് ഈ പൂജകൾ, കർക്കിടക വാവിൻ്റെ പൂജ പ്രത്യേകം ചെയ്യുന്ന തിരുമേനിമാർ, അല്ലാതെ അറിയാവുന്ന ആചാര്യന്മാരുണ്ട്. അവർ ആറ്റുതീരത്ത് ഈ പൂജ നടത്തുന്നുണ്ട്. അപ്പോൾ ആറ്റുതീരത്ത് നമ്മുടെ ആരൊക്കെ മരിച്ചിട്ടുണ്ടോ ആ പിതൃക്കളുടെ എല്ലാം പേര് പറഞ്ഞ് നമുക്ക് പിതൃപൂജ അർപ്പിക്കാം. അത് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റായ കാര്യങ്ങളാണല്ലോ. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. കേരളത്തിൽ എല്ലാ വർഷവും വരുന്ന പിതൃപൂജ, അതിനെല്ലാവരും തയ്യാറായിക്കൊണ്ട് നമ്മുടെ മാതാവാണേലും നമ്മുടെ പിതാവാണേലും നമ്മുടെ റിലേഷനിൽപ്പെട്ടവരാരാണേലും ഇങ്ങനെയാണ് ഒരു ഐതിഹ്യം പറയുന്നത്. എല്ലാ വർഷവും ഈ പൂജ നടത്തി അതുങ്ങൾക്കൊരിച്ചിരി ചോറ് കൊടുക്കുന്നു. അപ്പോൾ ബലിയാണല്ലോ. ബലിക്ക് അവർ പ്രത്യേകത പിന്നെ ഒരിക്കൽ എന്ന് പറയാം. അതിന് അരി വെച്ച ആഹാരം വെക്കും. അത് പിന്നെ ഉണക്കലരി പറ്റിച്ച് അത് നല്ല വൃത്തിയായിട്ടും വ്രതവുമായിട്ടാണ് അവർ ചെയ്യുന്നത്. ഉരുളയ്ക്കകത്ത് വെച്ച് പറ്റിച്ച് ഇത് നമുക്ക് തരും. അപ്പം ഈ പിതൃക്കളെല്ലാം ഈ ആഹാരം കഴിക്കാനായിട്ട് എല്ലാ വർഷവും അവരവരുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് വരുമെന്നുള്ളതാണ് ഒരു ഐതിഹ്യം പറയുന്നത്. അത് ഐതിഹ്യമാണ്, നമുക്കൊന്നും അറിയില്ല ഈശ്വരൻ്റെ വലിപ്പങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന്. അപ്പം എല്ലാ വർഷവും ഈ പിതൃക്കൾ വരുന്ന ഒരു പിടി ചോറിന് വേണ്ടിയാണ്, ഒരു പിടി ചോറ്, സ്വല്പം ജലം. അപ്പം ഈ ജലവും നമ്മൾ അർപ്പിച്ച് ഈ ചോറും അർപ്പിച്ചിട്ട് ഈ പിതൃക്കൾക്ക് പൂജ കൊടുക്കുന്നു. അത് പിന്നെ
അത് നമ്മൾ വെളിയിൽ കാക്കയ്ക്ക് കൊടുക്കുന്നു, അതല്ല എങ്കിൽ മത്സ്യങ്ങൾക്ക് കൊടുക്കുന്നു. അപ്പോൾ ഈ പിതൃക്കളെല്ലാവരും വരും എന്നാണുള്ള ഒരു ഐതിഹ്യം പറയുന്നത്. ഇതുങ്ങൾ വന്ന് ആഹാരം കഴിച്ച് സംതൃപ്തിയായിട്ട് നമ്മളെ അനുഗ്രഹിക്കും. പക്ഷെ നമ്മൾക്ക് അതൊന്നും കാണാൻ പാടില്ലല്ലോ. മരിച്ചവരെ കാണുന്നുണ്ടോ നമ്മൾ? നമ്മുടെ അച്ഛൻ്റെ ഓർമ്മ, നമ്മുടെ അമ്മയുടെ ഓർമ്മ, നമ്മുടെ ചിറ്റപ്പന്മാരുടെ ഓർമ്മ, ഇങ്ങനെയൊക്കെ മരിച്ചവരുടെ എല്ലാവരും അനുഗ്രഹിച്ചിട്ട് പോകും. അതേസമയം നമ്മൾ ഇതൊന്നും കണ്ടില്ല കേട്ടില്ല പറഞ്ഞ് നമ്മളെ ഒരു പൂജയിലും ഏർപ്പെടാതെ ചോറ് കൊടുക്കാതെ പോയാൽ അവർ നമ്മളെ പ്രാകും എന്നാണ് പറയുന്നത്. നിന്റെ സന്തതി ആയിട്ട് നിനക്ക് അനുഭവം വരും, നിന്റെ സന്തതി ഇതിങ്ങനെ ചെയ്യും എന്നെല്ലാം പിതൃക്കൾ പ്രാഗിയിട്ട് പോകും എന്നുള്ള ഒരു ഇതാണ് പറയുന്നത്. അവരെ വളരെ ആഗ്രഹത്തിൽ വരുന്ന അവർക്ക് ഒരു പിടി ചോറ് മതി. ആ ഒരു പിടി ചോറിന് എല്ലാവരും ഇതിൽ പങ്കെടുത്ത് അവരവരുടെ പിതൃക്കൾക്ക് ആഹാരം കൊടുക്കാനായിട്ട് മുൻഗണനയായിട്ട് പോകണം. നമ്മൾ അതിന് വേണ്ടെന്ന് നമുക്ക് ഒരു 100 രൂപ കൊടുത്താൽ ആ ആചാര്യന് അതെല്ലാം അവിടെ സങ്കല്പിച്ച് അത് എത്ര പിതൃക്കളുണ്ടോ അവരുടെ എല്ലാം സങ്കല്പത്തെ നമുക്ക് ചെയ്യാനൊക്കെ ഒരു രസീത് ഒരു 100 രൂപയുടെ എഴുതിയാൽ ഈ രസീതിൽ എല്ലാം എഴുതാം. നമുക്കായിട്ട് വേണ്ടത് നമുക്കൊരു പുത്തൻ തോർത്ത് വേണം. അത് നൈറ്റി ഇടുന്നവരാണെങ്കിൽ അതിൻ്റെ പുറത്തോട്ട് ഈ തോർത്തിട്ടാൽ മതി. സ്ത്രീകൾ സൂട്ടിടുന്ന സൽവാർ കമ്മി സൂട്ടിടുന്നവരാണെങ്കിലും തോർത്ത് പുത്തനൊരു തോർത്താണ്, പുത്തൻ തോർത്താണ് അതിന് വേണ്ടുന്നത്. പുതിയത് കടയിൽ നിന്ന് വാങ്ങിച്ച് ആ തോർത്തെടുത്തിട്ട് നമ്മൾ ഈ പൂജകളെല്ലാം ചെയ്ത് അടുത്ത ആറ്റരി ആറുണ്ടെങ്കിൽ ആ ആറ്റിലേക്ക് പുറകിലോട്ട് തലയുടെ പുറകിലോട്ട് ഇതിങ്ങനെ ഈ പിതൃവിനുള്ള എല്ലാം അർപ്പിച്ചു വെള്ളത്തിലേക്ക് കളഞ്ഞിട്ട് നമ്മൾ കുളിച്ച് കയറുന്ന എനിക്ക് അതിനെപ്പറ്റി വലിയ അറിവുകളൊന്നുമില്ല. അതൊക്കെ ആചാര്യന്മാരാണെല്ലാം പറഞ്ഞു തരുന്ന ഈ പിതൃവിൻ്റെ പൂജകളെ പറ്റിയും എന്തൊക്കെ നമ്മൾ പറയണോ അതെല്ലാം നമ്മുടെ ആ നാളിലെ മരിച്ച പിതൃവിൻ്റെ പേരും നാളുമാണ് അത്യാവശ്യം വേണ്ടുന്നത്. നമ്മുടെ നമ്മുടെ ഇപ്പോൾ അച്ഛനെ മരിച്ചിരിക്കുന്ന ഉദാഹരണത്തിന് ചോതി നക്ഷത്രത്തിൽ ജനിച്ചെങ്കിൽ മരിച്ച ഒരു നാളുണ്ട്. മരിച്ചതിപ്പോൾ ഒരു പുണർദം നാളിലാണ് മരിച്ചെങ്കിൽ ആ പുണർദമേ പറയാവൂ. അതല്ലാതെ ഈ പിതൃക്കളെ ജനിച്ച നാളല്ല വേണ്ടുന്നത്, മരിച്ച നാളിൽ. ഇപ്പം മരിച്ച ഒരു നാൾ പുണർദം, ഇന്ന ഒരു പേര്, ഒരു പുണർദം അല്ലെ വിശാഖം, ഇന്ന നാളിലെ ലക്ഷ്മിക്കുട്ടി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ അമ്മമാർ അവരുടെയൊക്കെ പാർവതി അങ്ങനെയൊക്കെയുള്ള പേരൊക്കെ അല്ലേ പണ്ടത്തൊക്കെ. എൻ്റെ അമ്മയുടെ ലക്ഷ്മിയാണ്. അപ്പം ഇങ്ങനെ നമ്മൾ പറയണം, അല്ലാതെ ജനിച്ച നാളല്ല ഒരിക്കലും പറയേണ്ടത്. അപ്പം മരിച്ചത് എന്നാണോ ആ നാട് നോക്കണം. ആ നാട് നോക്കിയിട്ടാണ് ഇവരുടെയൊക്കെ പൂജയ്ക്ക് നമ്മളെ പിതൃപൂജയ്ക്കായിട്ട് കൊടുക്കേണ്ടി. അതല്ല അമ്പലത്തിൽ ഇവരുടെ പിതൃപൂജ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ മരിച്ച നാളാണ് വേണ്ടുന്നത്. അങ്ങനെ നമ്മൾ ചെയ്താൽ അവരുടെ പുണ്യം തീർച്ചയായിട്ടും ഈ ജീവിതത്തിൽ നമ്മൾ പറയുമല്ല, നമുക്ക് കാണപ്പെട്ട ദൈവം അമ്മയും അച്ഛനുമാണ്. അത് ശരിയല്ലേ? നമ്മളെ പോറ്റി വളർത്തി എത്ര കഷ്ടപ്പാടിലും പണ്ടത്തെയൊക്കെ ജീവിതത്തിലെ ഒരിച്ചിരി ആഹാരം കിട്ടാനും പോലും വിഷമമുള്ള നാടുകളുണ്ട്. ആ ആഹാരം ഈ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും കൊടുത്തിട്ട് ആ അമ്മ വെറും വെള്ളം കുടിച്ചിട്ട് കിടക്കുന്ന നാളുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ സ്വർഗം, എല്ലാവർക്കും ഓണമെന്ന് പറഞ്ഞാലും അല്ലേ എല്ലാവർക്കും ഓണമാണ്. അതുപോലാണ്. പണ്ടൊക്കെ അങ്ങനൊന്നുമല്ല. പട്ടിണി സമയത്തൊക്കെ വളർന്നവരൊക്കെ ഉണ്ട്. എന്നെയും എൻ്റെ സഹോദരങ്ങളെ എല്ലാവരും എൻ്റെ അമ്മയൊക്കെ അങ്ങനെയൊക്കെയാണ് വിഷമിച്ച് തന്നെ വളർത്തിയവരാണ്. എന്നും കൊണ്ട് അങ്ങനത്തെ വിഷമമൊന്നുമല്ല. എല്ലാ കുട്ടികളെയും അമ്മയെന്ന് പറഞ്ഞാൽ മിടുക്കിയായിരുന്നു. എല്ലാത്തിനും കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും. അന്നും കുട്ടികളൊക്കെ 7, 8 ഒക്കെ കുട്ടികളെ ഒരു വീട്ടിൽ തന്നെ ഉണ്ട്. അങ്ങനെ എൻ്റെ വീട്ടിലുണ്ട് 8 കുട്ടികൾ, 8 പേര്, 4 പെണ്ണ് 4 ആണുങ്ങൾ. അപ്പോൾ എല്ലാവരും അവരവരുടെ നിലയിൽ മികച്ച് തന്നെ നിൽക്കുന്നു. കുറച്ച് പേര് ഗൾഫിൽ, കുറച്ച് പേര് പഞ്ചാബിൽ, കുറച്ച് പേര് പാലക്കാട്ട്, കുറച്ച് പേര് ബാംഗ്ലൂരിൽ, ഇങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ആ ഒരു സൗഖ്യം അമ്മയുടെയും അച്ഛൻ്റെയും കൃപയിലാണ് ഈ മക്കൾ ഇത്രയും നല്ലവരായിട്ട് തന്നെ വളർന്നിരിക്കുന്നത്.
അപ്പോൾ അവരുടെയൊക്കെ കൃപ എന്ന് പറയുന്നത് നിങ്ങളും അങ്ങനെ പിതൃക്കൾക്ക് പൂജ ചെയ്യണം എന്നാണ് ഞാൻ എൻ്റെ എളിയ ബുദ്ധിയിലുള്ള അറിവ്. എനിക്ക് അധിക അറിവജ്ഞയാണെന്ന് ഞാൻ പറയണില്ല, എങ്കിൽ തന്നെയാണെങ്കിലും എൻ്റെ ഒരറിവ് എല്ലാവർക്കും ഞാൻ പകർന്നു തരുന്നു എന്നേ ഉള്ളൂ. എല്ലാവരും പിതൃക്കൾക്ക് ഇത് അറിയാൻ വയ്യാത്തവരാണേലും ഇത് കേട്ട് ഈ ഒരു പാചകത്തിലൂടാണേലും പല കാര്യങ്ങൾ പറഞ്ഞ് അത് കേട്ട് നമ്മൾ അതിൽ നല്ലതായിട്ടും അതിന് വേണ്ടുന്ന പോലെ അത് പിന്നീട് വേറൊരു കാര്യം കൂടെ പറയുന്നു. ഈ പിതൃപൂജ ചെയ്യാനുള്ളവരെ ഋതുമതികളാണെങ്കിൽ അവർ ചെയ്യാൻ പാടില്ല. അവർ ശുദ്ധവൃത്തി ഉണ്ടായിരിക്കണം, ശരീരം ശുദ്ധിയായിരിക്കണം എന്നുള്ള. ശരീരശുദ്ധിയുള്ള സ്ത്രീകൾക്കാന്നേലും പിതൃക്കളുടെ പൂജ തീർച്ചയായിട്ടും ചെയ്യാം, അതിന് കുഴപ്പമില്ല. കൊച്ചു കുഞ്ഞുങ്ങൾക്കാന്നേലും ഏറ്റവും നല്ലതാണ്. കൊച്ചു പൈതങ്ങളെ കൊണ്ട്, നമ്മുടെ കൊച്ചു പൈതങ്ങൾ, നമ്മുടെ കൊച്ചുമക്കളുണ്ടല്ലോ, കൊച്ചുമക്കളെ കൊണ്ട് ഇടുന്നതും പിതൃക്കൾക്ക് ഏറ്റവും വലിയ സന്തോഷപ്രദമാണ്. അപ്പോൾ ഇങ്ങനൊരു പിതൃപൂജ ചെയ്തിരിക്കണം. അപ്പോൾ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനുമൊക്കെ ഇങ്ങനൊരു പിതൃപൂജ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നൊരു വെള്ളം കുടി എന്ന് പറയുന്ന ഒരു കാര്യങ്ങളൂടെ നടത്തുന്നുണ്ട്. അതിന് നല്ല നാന്തരം അരി കൊണ്ടുള്ള അടയുണ്ടാക്കും. അരി കൊണ്ട് അടയുണ്ടാക്കിയിട്ട് ഈ പിതൃക്കൾക്ക് കൊടുക്കുന്ന അടയ്ക്കകത്ത് നമ്മൾ തേങ്ങ മാത്രം വെക്കുക, അതിൽ മധുരം വെക്കത്തില്ല. തേങ്ങ വെച്ച് നമ്മൾ അടയുണ്ടാക്കി അവർക്ക് വീതം വെച്ചിട്ട് ചിലർക്ക് അതിൻ്റെ കൂടെ ഇറച്ചി വെക്കും. അത് പല ജാതിയുടെ അടിസ്ഥാനത്തിലാണ്. ഹിന്ദുക്കളാണേലും ചില ഹിന്ദുക്കൾ വെക്കില്ല, ചില ഹിന്ദുക്കൾ അങ്ങനെയും വയ്ക്കും. വെള്ളം കുടി എന്ന് പറയും. അതിൽ നമ്മളെ ഇറച്ചി നല്ലതായിട്ട് കോഴിയിറച്ചിയാണതിന്. കോഴിയിറച്ചി നല്ലതായിട്ട് ഉണ്ടാക്കിയിട്ട് ഈ പിതൃവിന് വെള്ളം കൂടി കൊടുക്കും. അതിൽ ഈ വലിയ അച്ഛന്മാരാണ് അവർ കള്ളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു ഗ്ലാസ്സിൽ കള്ളും കൂടെ വെക്കും. ഇത്രയും വെച്ച് ഇവർക്ക് പ്രത്യേക പൂജ, പിതൃപൂജ വൈകിട്ടുണ്ട്. അതിന് അടയാണ് വെക്കുന്നത്. അതെൻ്റെ അറിവിലുള്ള പറയുന്നത്. എല്ലാവരുടെയും ഒന്നും കാര്യങ്ങൾ എനിക്കറിയില്ല. ഞങ്ങൾ വയ്ക്കാറുണ്ട്, എല്ലാ വർഷവും വയ്ക്കാറുണ്ട്. അപ്പോൾ എല്ലാ വർഷവും വയ്ക്കാറുണ്ട്. അതിന് എല്ലാ കാര്യങ്ങളും ഇന്ന് വരെ അതിനൊരു ബുദ്ധിമുട്ടും ദൈവത്തിൻ്റെ കൃപയാൽ ഇല്ല. ആ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ഇല്ല. എൻ്റെ ചിറ്റപ്പൻ, എൻ്റെ അച്ഛനെ, ഇവരെല്ലാം ഒരു ഇച്ചിരി കള്ളു കുടിക്കുന്നവർ തന്നെയായിരുന്നു. ഇത് കറയായിട്ട് ഞാൻ പറയുകയാണ് ഓരോ കാര്യങ്ങളും. അതിലാരും ഒന്നും തെറ്റിദ്ധരിക്കരുത്. ഒരു കളങ്കത വെച്ചല്ല ഞാൻ ഈ പറഞ്ഞൊക്കെ എല്ലാ കാര്യങ്ങളും എല്ലാം നല്ലത് തന്നെ പറയുന്നു. അവരവർക്ക് ഇഷ്ടമുള്ള അവരവരുടെ കുടുംബത്തിൽ എങ്ങനെയാണ് പൂജ ചെയ്യുന്നത്, നിങ്ങളും എല്ലാവരും അടയും ഇറച്ചിയൊക്കെ ഉണ്ടാക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. അവരവരുടെ കുടുംബത്തിൽ എങ്ങനെയാണ് ചിട്ടപ്പെടുത്തി ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്തിരിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ ഈ കഥകളെല്ലാം പറഞ്ഞുകൊണ്ടൊക്കെ വന്ന അടിസ്ഥാനത്തിൽ ഈ മീൻപീരയും റെഡിയായി വരുന്നു. ഈ മത്തി പറ്റിച്ചത് ശരിയായിട്ടുണ്ട്, സ്വല്പം ചാറുണ്ട്, അത് ഒന്ന് വെട്ടിത്തിളയ്ക്കുന്നു. ഇനി അത് അടച്ച് അങ്ങ് വെക്കുമ്പോഴത്തേക്കിന് ആ ചാറുമൊക്കെ പറ്റിയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. എല്ലാവർക്കും അറിയാം മത്തി പറ്റിച്ചത്. എന്നിരുന്നാലും ഞാൻ ഇന്നൊരു ടിപ്സ് ഇട്ടു എന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നിങ്ങൾ തന്നെ ഇത് ആദ്യമേ ടേസ്റ്റ് ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എല്ലാവരും ഇത് ടേസ്റ്റ് ചെയ്യുക. ഇത് ഈ മത്തിയാണ്. ഈ മത്തിക്ക് മുട്ടയും കൂടെ ഒക്കെ ഉള്ളതാണ്. അതും എല്ലാം കൂടെ ഒക്കെ ഇട്ട് പറ്റിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ടേസ്റ്റ് ചെയ്തിട്ടിത് വിവരം പറയുക. എല്ലാവർക്കും ഒന്നുകൂടി ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഓക്കെ, ബൈ ബൈ, സീ യു, ബൈ ബൈ. ഈ കാര്യങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതൊക്കെ എല്ലാം പറയാനായിട്ടുള്ള ഉണർവും ഉന്മേഷവും തരാനായിട്ടുള്ള നിങ്ങളുടെ ലൈക്കാണ് എല്ലാം
വേണ്ടുന്നത് എല്ലാവരുടെയും സ്നേഹവും. ഓക്കെ, ബൈ ബൈ.